രാഹുൽ ഈശ്വർ സാറിന് 14 days റിമാൻഡ്. പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേക ചാനലുകൾ ഉണ്ടെങ്കിൽ വ്യക്തമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘനം, വിധികളുടെ വ്യക്തമായ ലംഘനമാണ്. പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യും. അതിന് മെൻസ് കമ്മീഷന് വേണം. ഇതേപോലെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ആണുങ്ങളെ അറസ്റ്റ് ചെയ്ത് 2-3 ദിവസം ജയിലിലിടാം എന്ന് കരുതുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ്. 100% കള്ളമാണ്. വേറൊന്നും വേണ്ട. കള്ളമാണെന്ന് അറിയാൻ പാഴൂർ പടി വരെ ഒന്നും പോകണ്ട. വെറുതെ എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോയി ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ ഇട്ടോ നോക്കിയാൽ മതി. ഇല്ല, ആ വീഡിയോകൾ കണ്ടാൽ മതി. ഇല്ല, പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് കോടതിയിൽ നിന്ന് വിധി മേടിച്ചാണ്. 2, പോലീസ് പറഞ്ഞിരിക്കുന്ന എനിക്ക് നോട്ടീസ് തന്നു എന്നാണ്. ഒരു നോട്ടീസ് തന്നിട്ടേ ഇല്ല, ചുമ്മാ പറയുകയാണ്. ഇത് അങ്ങനെ കള്ളം പറഞ്ഞ് എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും? അവിടെ പോലീസിന് വേണ്ടി അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കള്ളം, ഞാൻ ആ പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചു, കൂടെ കിടന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല, ചുമ്മാ പറയാണ്. ഞാനത് സൗണ്ട് റേസ് ചെയ്ത് പറഞ്ഞ പറയാണ്, ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല, എന്റെ ധാരണയെന്ന് ഞാൻ പറയുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ ഒരാൾക്ക് മനസ്സ് വരിക? അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല? ഒരു ഗവൺമെന്റ് അങ്ങനെ ഔദ്യോഗികമായിട്ട് കള്ളം പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണ്? അയ്യോ, എന്ത് തെറ്റിയിട്ട് ഞാൻ ആ ചിത്രം ഇട്ടിട്ടുണ്ടോ? നോക്കിയാൽ പോലെ കാര്യം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. കോടതിയെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു? എനിക്ക് നോട്ടീസ് നൽകി എന്ന് പറഞ്ഞു. പച്ചക്കള്ളമാണ്, നോട്ടീസ് നൽകിയിട്ടില്ല. ഞാൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ച കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞ കേസുണ്ട്. 7 വർഷത്തിൽ താഴെയുള്ളതാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കണമെന്നുള്ളതാണ് ഹർനേഷ് കുമാർ കേസിലെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ്. CRPC സെക്ഷൻ 41 പ്രകാരം പോലീസുകാർ അറസ്റ്റിന് മുമ്പ് ഒരു ചെക്ക് ലിസ്റ്റ് കൈ സൂക്ഷിക്കണമെന്നും ഈ ചെക്ക് ലിസ്റ്റ് റെഫർ ചെയ്ത് മാത്രമേ പോലീസുകാർ അറസ്റ്റ് രേഖപ്പെടുത്താവുള്ളൂ എന്നാണ് കോടതി ഈ കേസിൽ പറഞ്ഞത്. ഈ അറസ്റ്റിന്റെ മെയിൻ ഉദ്ദേശം ഇയാൾ ഇനിയും ഒഫൻസുകളൊന്നും കമ്മിറ്റ് ചെയ്യാതിരിക്കാനും അതുപോലെ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനും പ്രോപ്പറായിട്ട് ഇവർക്ക് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റാനും അതുപോലെ അന്വേഷണം നടത്താൻ പറ്റാനും ഇതിന്റെ കൂടെ തന്നെ സാക്ഷികളൊന്നും സ്വാധീനിക്കാതിരിക്കാനും. എന്നാൽ ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരം പോലീസ് കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം എന്തിനാണ് ഈ അറസ്റ്റ് നടത്തിയതെന്ന്. മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസുകാർ ഇദ്ദേഹത്തെ ഹാജരാക്കുമ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ CRPC സെക്ഷൻ 41, ഇപ്പോഴത്തെ BNS സെക്ഷൻ 35 പ്രകാരം രാഹുൽ ഈശ്വർ ചെയ്ത് 7 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടാവുന്ന ഒരു സീരിയസ് ഒഫൻസ് ആണെങ്കിൽ മാത്രമേ ഇതുപോലെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. സോ ഇതിന്റെ വയലേഷൻ ഉണ്ടായി എന്നാണ് രാഹുൽ ഈശ്വരോട് പറഞ്ഞത്. ഈ അറസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ്സിൽ പറയുക.